ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ അവൾക്ക് കയറി വരുന്നത്. ജോൺ കയറി വന്ന് നമ്മുടെ ഹില്ലിന് നേരെ അടുത്ത് നിന്നിട്ട്, എന്താടാ നീ നിൻ്റെ ഫ്രണ്ടിനെ കണ്ട് ഇങ്ങനെ വിളറിപ്പോയിരിക്കുന്നത്, ഒരു ചിരിയൊക്കെ സമ്മാനിച്ചൂടെ, എന്താ പറ്റി നിനക്ക്? നീ എന്താ ഇവിടെ? അതെന്താടാ, എനിക്കിവിടെ ഒന്ന് കഴിക്കാൻ പാടൂടെ? നിനക്ക് മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റ് ആരെങ്കിലും എഴുതി തന്നിക്കണോ? അങ്ങനെയൊന്നുമല്ല, നീ ഇപ്പം എന്താ ഇവിടെ? ഞാൻ കഴിക്കാൻ വന്നതാടാ. ഇതാരാ? ഇതാണ് ഞാൻ പറഞ്ഞ അവൻ. ഏവൻ? ഞാൻ ഡേറ്റ് ചെയ്യുന്നവൻ. അപ്പം നമ്മുടെ തേറ് ഒരു വളിഞ്ഞ നമസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോ അവിടെ നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ല, ജോ ഒന്ന് നിർത്തി പോകുന്നുണ്ടോ നീയെ? അതെന്താടാ, ഒരു ബ്രദറായിട്ട് എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടൂടെ? വേണ്ട, നീ ഇഷ്ടപ്പെടണ്ട. അങ്ങനെയാണോ? എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരി, എന്നാൽ ഞാൻ പോയി തന്നേക്കാം. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് വല്ല കാര്യമൊന്നുമില്ല. ഈ റെസ്റ്റോറൻറ്റിൽ നീ ഫുഡ് കഴിക്കാൻ അയക്കൂല. അതാ നിനക്ക് നല്ലത്. ശരി എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജോൺ വന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നേരെ ഇറങ്ങി പോകുന്നുണ്ട്. കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫുഡൊക്കെ അങ്ങനെ നമ്മുടെ ജോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മുടെ തേറ്, നിങ്ങൾക്കറിയോ അവരെ ചോദിക്കണം. അതെൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ പേരാണ് ജോഹൻ അങ്ങനെ പറയുന്നുണ്ട്. നിനക്കിങ്ങനെ അവനെ അറിയാം? മൂപ്പര് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിൽ? മൂപ്പര് ഭയങ്കര ഹാൻസം അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം. ഹാൻസം? അപ്പം ഞാനോ? മൂപ്പര് ഭയങ്കര ഹാൻസം അല്ല, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അങ്ങനെ എനിക്കും അറിയാം. അങ്ങനെ. അല്ല, മൂപ്പർക്ക് വേറെ ഇഷ്ടമാണെങ്കിലോ? അതിനിപ്പോൾ എന്താ? എന്നാലും മൂപ്പര് ഹാൻസം അല്ലേ. അപ്പം ഞാനോ? മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ നിങ്ങൾ? കഴിച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹില്ല് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫേവറേറ്റ് കൊക്കോയും ഡെസേർട്ടും കഴിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ, നീ ഭയങ്കര ഹാപ്പി മൂഡിലോട്ട് വന്നില്ലേ, നീ ഭയങ്കര സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, നിങ്ങൾക്കങ്ങനെ അങ്ങനെ അത് ഒരു മിനിറ്റ്, നിങ്ങൾക്കങ്ങനെ കൊക്കോൻ്റെ ഫേവറേറ്റാണ് നിങ്ങൾക്കറിയാം? അതും എനിക്ക് നിൻ്റെ എല്ലാം ഓർമ്മയുണ്ട് തീർന്നു, നിന്നെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളും ഇന്നും ഓർമ്മയിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ തേർ വന്നിട്ട് ഹില്ലിനെ കൂട്ടി കാറിൽ നേരെ അവൻ്റെ റൂമിലോട്ട് കൊടുന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറയാൻ ഒന്നുമില്ല, അതിൻ്റെ മുന്നേ നമ്മുടെ തേർ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് ഓടി അവൻ്റെ റൂമിൻ്റെ വരാന്തയില്ല അവിടെ നിന്നിട്ടാണ് ഒന്ന് ശ്വാസം ആഞ്ഞു വരുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ, ക്യാൻ ഐ ബി വിത്ത് യു അങ്ങനെ പറയുന്ന ഒരു വേർഡ്സില്ലേ നമ്മുടെ എല്ലാ കാറിൽ പറഞ്ഞ്, അതന്നെയാണ് ഗൈസ്. അവനാകെപ്പാടെ അവൻ്റെ ശ്വാസം ഒരുമാതിരി ആയിപ്പോയി. അങ്ങനെ റൂമിലോട്ട് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് പതിവ് പോലെ തന്നെ ഫുൾ ടൈം ഗെയിം കളിയാണ് മൂപ്പര്. എന്താടാ, എന്താ പറ്റി? ഒന്നുമില്ല. നീ എവിടെ പോയിട്ട് വരിക? ഞാൻ ഡിന്നറിന് പോയതാ. ആരപ്പോൾ ഡിന്നറിന് പോയത്? നല്ല വെറുതെ ഒരു ഡിന്നർ. ഓഹോ, നീ ഡോക്ടർ സാറിൻ്റെ കൂടെ ഡിന്നറിന് പോയതാണോ? അതെ. ശരി, നീ മൂപ്പര് ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഡേറ്റൊന്നും ചെയ്യുന്നില്ല. നിനക്ക് അവർ ഇഷ്ടമല്ലെങ്കിൽ നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞതാണ്. നീ പറഞ്ഞിട്ട് മൂപ്പര് കേൾക്കുന്നില്ലാന്ന്. അതന്നെയാ. ശരി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളെ തേറിൻ്റെ ശ്രദ്ധ ആകപ്പാടെ മൂപ്പർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതന്നെ ചിരി, ഒരു സന്തോഷം. മൂപ്പര് വരുന്നില്ല എന്ന്, മൂപ്പര് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. നിൻ്റെ ഒപ്പം സംസാരിച്ചിരുന്ന ആകപ്പാടെ എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ആവും. എടാ, നീ പേടിക്കുകയാണോ? മൂപ്പര് പിന്നെയും പഴയതുപോലെ നിന്നെ സ്നേഹിപ്പിച്ച് നീ ലവ് ചെയ്യുന്ന സമയത്ത് നിന്നെ വിട്ടിട്ട് പോകുന്നുള്ളൊരു പേടിയാണോ? പ്രോബബ്ലി അങ്ങനെ തന്നെ, അതിനാണ് ചാൻസ് കൂടുതൽ. നിനക്ക് പേടിയുണ്ടോ അത്? പേടി തന്നെയാടാ. അങ്ങനെ ചെയ്താൽ എനിക്ക് ഇനി ഒരു വട്ടം കൂടെ ഹാർട്ട് ബ്രോക്കൺ ആവാൻ വയ്യ. ശരി എന്നാൽ പിന്നെ എന്തുവരെ അങ്ങനെ നമ്മുടെ തേർ എന്താ കട്ടണമെന്ന് വെച്ചാൽ മൂപ്പരെ ഫോട്ടോസ് എടുത്തിരുന്നില്ലേ, അതൊക്കെ ഇങ്ങനെ നോക്കി ഒരു ചിരിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തേർ പറയുന്നത്, നമ്മുടെ നോർത്ത് പറയുന്നത്, എനിക്കാണെങ്കിൽ നീ പിന്നെ മൂപ്പരെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നീ മൂപ്പരോട് ചോദിച്ച് നോക്ക്. അങ്ങനെയൊന്നുമില്ല. ഡേറ്റിങ് തേങ്ങാക്കൊല പോടാ. ഞാൻ കുളിക്കാൻ പോവാം. നിൻ്റെ ഒപ്പം സംസാരിച്ചിരുന്നാൽ എൻ്റെ മൈൻഡ് ആപ്പാടെ വിട്ടുപോകും. ഇത് ശരിയാവില്ല. എടാ, ഞാൻ കുളിച്ചിട്ടില്ല, നീ കുളിക്കണ്ട. നീ ഫുൾ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. നീ കണ്ണ് പൊട്ടുന്നാവുന്നവരെ പോയിരുന്ന് ഗെയിം കളിക്കും. ശരി, ഞാൻ ഗെയിം കളിച്ചുകൊണ്ട് നീ പോയിരുന്ന് ഡേറ്റ് ചെയ്യാൻ നോക്ക്. അങ്ങനെ അവരുണ്ടെങ്കിലും പറയുന്നത്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാൻ തോന്നിയാലും കമൻസ് പറയാട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യും. ശരി, താങ്ക് യു ഗൈസ്, ബൈ.